ഡിയർ സ്റ്റുഡൻസ്, വിദൂര സംവേദനത്തിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. ഈ ഭാഗത്ത് നമ്മൾ കാണാൻ പോകുന്നത് വിദ്യുത്കാന്തിക തരംഗങ്ങൾ എത്തരത്തിലാണ് അന്തരീക്ഷവുമായി പ്രതിപ്രവർത്തിക്കുന്നത്, ഈ പ്രതിപ്രവർത്തനങ്ങളെ എങ്ങനെയാണ് നമ്മൾ വിദൂര സംവേദനത്തിന് ഉപയോഗിക്കുന്നത് എന്നീ കാര്യങ്ങളാണ്. ഇതിൽ പ്രധാനമായും വരുന്നത് അന്തരീക്ഷത്തിൽ ലഭ്യമായിട്ടുള്ള വസ്തുക്കൾ, അത് പൊടിപടലങ്ങളാവാം, വാതക കണികകളാവാം, ഇവയൊക്കെ തന്നെ ഈ വിദ്യുത്കാന്തിക തരംഗങ്ങളെ, ഈ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്, അതായത് ഇതിൻ്റെ ഒരു വിസരണം അഥവാ സ്കാറ്ററിങ് എങ്ങനെ സംഭവിക്കുന്നു, ഏതൊക്കെ വാതകങ്ങൾ ഏത് ഭാഗത്തെ, ഏത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളെയാണ് ആഗിരണം ചെയ്യുന്നത് അഥവാ അബ്സോർബ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ആദ്യമായി നമ്മൾ കാണുന്നത് നമ്മുടെ വിസരണത്തെക്കുറിച്ചാണ് അഥവാ സ്കാറ്ററിങ്ങിനെ കുറിച്ചാണ്. അന്തരീക്ഷത്തിൽ ഊർജം ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്, ഈ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഉപഗ്രഹ വിദൂര സംവേദനത്തെ അല്ലെങ്കിൽ വിദൂര സംവേദനത്തെ ബാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. പ്രത്യേകിച്ചും വാതക തന്മാത്രകൾ ഈ അന്തരീക്ഷത്തിൽ ലഭ്യമായിട്ടുള്ള നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനെ, ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളെ വിവിധ തരത്തിൽ സ്കാറ്റർ ചെയ്യുന്നുണ്ട്, വിസരണം നടത്തുന്നുണ്ട്. ഈ വിസരണമാകട്ടെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അത് ആശ്രയിക്കുന്നത് ഒന്നാമത്തേതായിട്ട് ഈ ഒരു റേഡിയേഷൻ്റെ, ഈ വികിരണത്തിൻ്റെ തരംഗദൈർഘ്യം അഥവാ വേവ് ലെങ്ത്താണ്. രണ്ടാമത്തത് ഈ പാർട്ടിക്കിൾസ്, അതായത് വിസരണം നടത്താൻ ആവശ്യമായിട്ടുള്ള ഈ പാർട്ടിക്കിൾസ്, അവയുടെ അബൻഡൻസ്, അവയുടെ ലഭ്യത എത്രമാത്രമുണ്ട്, അതുപോലെ തന്നെ അത് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആവാം, അതുപോലെ തന്നെ വാതക തന്മാത്രകളാവാം, ഇത് എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ ഘടകം. മൂന്നാമത്തത് ഈ റേഡിയേഷൻ, ഈ വികിരണങ്ങൾ എത്ര ദൂരം ഈ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്നു. ഇങ്ങനെ 3 ഘടകങ്ങളെ ആശ്രയിച്ചാണ് അന്തരീക്ഷത്തിലെ വിസരണം നടക്കുന്നത് അഥവാ സ്കാറ്ററിങ് നടക്കുന്നത്. ഇതിലാദ്യത്തേത് റാലി വിസരണം അഥവാ റാലി സ്കാറ്ററിങ് എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ വിസരണത്തിന് സഹായിക്കുന്ന, അന്തരീക്ഷത്തിൽ ഈ റേഡിയോ മാഗ്നറ്റിക് തരംഗങ്ങളുടെ വിസരണത്തിന് സഹായിക്കുന്ന കണികകൾ ഇവയൊക്കെ തന്നെ വളരെ ചെറിയ സൈസിലുള്ളവയാണ്. അത് ചെറിയ സൈസ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഏത് തരംഗങ്ങളാണോ സ്കാറ്ററിങ്ങിന് വിധേയമാകുന്നത് അവയുടെ തരംഗദൈർഘ്യമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ വിസരണത്തിന് സഹായിക്കുന്ന കണികകളൊക്കെ തന്നെ വളരെ ചെറുതാണ്. അത് വളരെ സ്മോൾ സ്പെക്സ് ഓഫ് ഡസ്റ്റ്, ധൂളി പടലങ്ങൾ, അത്തരത്തിലുള്ള നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ വാതകങ്ങളുടെ തന്മാത്രകൾ, ഇവയൊക്കെ തന്നെയാണ് ഈ റാലി സ്കാറ്ററിങ്ങിനെ സഹായിക്കുന്നത്. ഈ റാലി സ്കാറ്ററിങ്ങിൻ്റെ ഒരു പ്രത്യേകത, ചെറിയ തരംഗദൈർഘ്യമുള്ള തരംഗങ്ങളാണ് കൂടുതലായി സ്കാറ്റർ ചെയ്യപ്പെടുന്നത്. ഉയർന്ന തരംഗദൈർഘ്യമുള്ള തരംഗങ്ങളെ അപേക്ഷിച്ച് കൂടുതലായി വിസരണത്തിന് വിധേയമാകുന്ന, റാലി സ്കാറ്ററിങ്ങിൽ കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്നത് ചെറിയ തരംഗദൈർഘ്യമുള്ള തരംഗങ്ങളാണ് എന്നുള്ളതാണ് റാലി സ്കാറ്ററിങ്ങിൻ്റെ പ്രത്യേകത. രണ്ടാമത്തെ തരം വിസരണം അഥവാ സ്കാറ്ററിങ് എന്ന് പറയുന്നത് മീ സ്കാറ്ററിങ് എന്നുള്ളതാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, വിസരണത്തിന് ഈ തരംഗങ്ങളെ വിധേയമാക്കുന്ന പാർട്ടിക്കിൾസൊക്കെ തന്നെ, ഈ പാർട്ടിക്കിൾസും അഥവാ ഈ തന്മാത്രകളും അതുപോലെ തന്നെ വിസരണത്തിന് വിധേയമാകുന്ന തരംഗങ്ങളുടെ തരംഗദൈർഘ്യവും ഏതാണ്ട് ഒരേ സൈസിലുള്ളതാണ് എന്നുള്ളതാണ്. ഈ വിസരണത്തിൻ്റെ അഥവാ ഈ സ്കാറ്ററിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, വിസരണം കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാധിക്കുന്നത് ഉയർന്ന തരംഗദൈർഘ്യമുള്ള തരംഗങ്ങളെയാണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ തരം വിസരണത്തെ നമ്മൾ നോൺ സെലക്റ്റീവ് സ്കാറ്ററിങ് അഥവാ വിവേചനരഹിതമായ വിസരണം എന്ന് പറയാറുണ്ട്. നോൺ സെലക്റ്റീവ് സ്കാറ്ററിങ് ഇവിടെ സംഭവിക്കുന്നത്, എല്ലാ തരം പാർട്ടിക്കിൾസും ഈ വിസരണത്തിന് തരംഗങ്ങളെ വിധേയമാക്കുന്ന കണികകളെല്ലാം തന്നെ തരംഗങ്ങളുടെ, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുകളുടെ തരംഗദൈർഘ്യത്തേക്കാൾ കൂടുതലായിരിക്കും. ഈ പാർട്ടിക്കിൾസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഈ തരംഗദൈർഘ്യത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലായിരിക്കും. ഇതിൽ പ്രധാനമായും പങ്കുവഹിക്കുന്ന കണികകൾ എന്ന് പറയുന്നത് ജലതന്മാത്രകൾ, അതുപോലെ തന്നെ വലിയ ധൂളി പടലങ്ങൾ എന്നിവയൊക്കെയാണ്. ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ് എന്ന് വെച്ചാൽ, എല്ലാ തരംഗങ്ങളും, ഏത് തരംഗദൈർഘ്യമുള്ള തരംഗങ്ങളെയും ഏതാണ്ട് ഒരേ രൂപത്തിലാണ് ഇവ സ്കാറ്ററിങ്ങിന് വിധേയമാക്കുന്നത് അഥവാ വിസരണത്തിന് വിധേയമാക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ആദ്യത്തെ ചിത്രത്തിൽ കാണുന്നത് റാലി വിസരണത്തിന്, റാലി സ്കാറ്ററിങ്ങിന് ഒരു ഉദാഹരണമാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് ഭൂമിയുടെ ചക്രവാളത്തിൽ ചന്ദ്രൻ ഉദിച്ചുയരുന്നൊരു ചിത്രമാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം,
ഭൂമിയുടെ ചക്രവാളം മുഴുവനായി തന്നെ നീലയായിട്ട് കാണുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിൻ്റെ കാരണം ഇവിടെ കൂടുതലായിട്ടുള്ള ചെറിയ തരംഗദൈർഘ്യമുള്ള ബ്ലൂ, നീല കളർ കൂടുതലായിട്ട് വിസരണത്തിന് വിധേയമാകുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ അന്തരീക്ഷം നീല നിറത്തിൽ കാണുന്നത്. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ റാലി സ്കാറ്ററിംഗ് അഥവാ റാലി വിസരണം. രണ്ടാമത്തെ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് ഇതൊരു ഫോട്ടോ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ചിത്രമാണ്. ഇവിടെ പശ്ചാത്തലത്തിൽ കാണുന്നത് ഭൂമിയാണ്. ഭൂമി ഉയർന്നു വരുന്നതായിട്ടാണ് ചിത്രം. പക്ഷേ ഇവിടെ നമുക്കറിയാം ചന്ദ്രന് അന്തരീക്ഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള സ്കാറ്ററിങ്ങും അവിടെ നടക്കുന്നില്ല. അറ്റ്മോസ്ഫിയറിക് സ്കാറ്റർ അവിടെ ഏതാണ്ട് 0 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ചന്ദ്രൻ്റെ അന്തരീക്ഷം കറുപ്പായിട്ടാണ് കാണപ്പെടുന്നത്. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. സ്കാറ്ററിങ് എങ്ങനെ ഒരു പ്രദേശത്തിൻ്റെ, ഒരു ചക്രവാളത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ അതിൻ്റെ ഒരു അപ്പിയറൻസിനെ ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളത്. അടുത്തതായി നമുക്ക് നോൺ സെലക്റ്റീവ് സ്കാറ്ററിങ് അഥവാ വിവേചനരഹിത വിസരണം എങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് എന്താണ് എന്ന് നോക്കാം. ഈ ചിത്രത്തിൽ കാണിക്കുന്നത് ഇവിടെ മേഘങ്ങളെല്ലാം തന്നെ വെള്ള നിറത്തിൽ കാണുന്നതായിട്ട് കാണാം. ഇതിൻ്റെ കാരണം എല്ലാതരം തരംഗങ്ങളെയും ഏതാണ്ട് ഒരേപോലെ ഈ അന്തരീക്ഷത്തിലുള്ള വാതക കണികകൾ വിസരണത്തിന് വിധേയമാക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇവിടുത്തെ മേഘങ്ങളെല്ലാം തന്നെ വെളുത്ത നിറത്തിൽ കാണപ്പെടുന്നത്. ഇതാണ് വിവേചനരഹിത വിസരണം അഥവാ നോൺ സെലക്റ്റീവ് സ്കാറ്ററിംഗ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തതായി അന്തരീക്ഷത്തിലെ തരംഗങ്ങളുടെ, വിദ്യുത്കാന്തിക തരംഗങ്ങളുടെ ആഗിരണം ഏതു തരത്തിലാണ് വിദൂര സംവേദനത്തെ ബാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ 3 പ്രധാന വാതകങ്ങളാണ് വിദ്യുത്കാന്തിക തരംഗങ്ങളുടെ ആഗിരണത്തിന് കാരണമാകുന്നത്. ആദ്യമായി ഓസോൺ പാർട്ടിക്കിൾസ്. ഓസോൺ അന്തരീക്ഷത്തിൽ ലഭ്യമാകുന്ന അൾട്രാവയലറ്റ് റേഡിയേഷൻസ്, സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് റേഡിയേഷൻസിനെ മുഴുവനായും ആഗിരണം ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് ഇൻഫ്രാറെഡ് പോർഷൻ ഓഫ് ദി സ്പെക്ട്രം. ഇൻഫ്രാറെഡ് ഭാഗത്തെ ആഗിരണം ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വാതകങ്ങളാണ്. മറ്റൊന്ന് അന്തരീക്ഷത്തിൽ ലഭ്യമായിട്ടുള്ള ജലബാഷ്പം. അന്തരീക്ഷത്തിൽ ലഭ്യമായ ജലബാഷ്പം ഇൻകമിങ് ഇതായിട്ട് വരുന്ന ലോങ് വേവ്, അതായത് കൂടുതൽ വേവ് ലെങ്ത്തുള്ള റേഡിയേഷൻസിൻ്റെ ഇൻഫ്രാറെഡ്, അതുപോലെ തന്നെ ഷോർട്ട് വേവ് ഇൻഫ്രാറെഡ്, ലോങ് വേവ് ഇൻഫ്രാറെഡ്, അതുപോലെ തന്നെ SWIR എന്നറിയപ്പെടുന്ന ഷോർട്ട് വേവ് ഇൻഫ്രാറെഡ് മൈക്രോവേവ് റേഡിയേഷൻസിനെയും ഇത് ഈ രണ്ട് ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ 2 മണ്ഡലങ്ങളെയാണ് ഈ വാട്ടർ വേപ്പർ ആഗിരണം ചെയ്യുന്നത്. ഒന്ന് ലോങ് വേവ് ഇൻഫ്രാറെഡ്, രണ്ടാമത്തേത് ഷോർട്ട് വേവ് മൈക്രോവേവ് റേഡിയേഷൻ. ഇത്തരത്തിൽ ആഗിരണം ചെയ്യുന്ന ഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ചില വിദ്യുത്കാന്തിക മണ്ഡലത്തിലെ ചില ഭാഗങ്ങളെ ഒരു തരത്തിലുള്ള ആഗിരണവും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അബ്സോർപ്ഷനും നടക്കാതെ തന്നെ ഭൂമിയിലേക്കും അതുപോലെ വസ്തുക്കളിലേക്കും എത്തുന്നുണ്ട്. അങ്ങനെ ഒരു തരത്തിലുള്ള ആഗിരണത്തിനും വിധേയമാകാതെ വരുന്ന വിദ്യുത്കാന്തിക മണ്ഡലത്തിലെ ഭാഗങ്ങളെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് വിൻഡോസ് അഥവാ അന്തരീക്ഷ ജാലകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇത് യഥാർത്ഥത്തിൽ അന്തരീക്ഷ ജാലകങ്ങൾ എന്ന് നമ്മൾ അറിയപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇത് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുന്നത് സ്പെക്ട്രത്തിലെ അല്ലെങ്കിൽ വിദ്യുത്കാന്തിക മണ്ഡലത്തിൻ്റെ ഒരു ഭാഗമാണ്. ഏത് ഭാഗത്തിനാണോ ഒരു തരത്തിലുള്ള മാറ്റവും വരാതെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നത്, അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ അന്തരീക്ഷ ജാലകങ്ങൾ എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ സ്പെക്ട്രത്തിൻ്റെ ഭാഗമാണ്, അല്ലാതെ അന്തരീക്ഷത്തിൻ്റെ ഒരു ജാലകമല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഇതാണ് അന്തരീക്ഷ ജാലകങ്ങൾ അഥവാ അറ്റ്മോസ്ഫിയറിക് വിൻഡോസ് എന്ന് പറയുന്നത്. ഇവ 2 തരത്തിലാണ് ഈ ചിത്രത്തെ കാണേണ്ടത്. ഭൂമിയിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന താപോർജ്ജം, ഇത് ഏതാണ്ട് ഒരു 10 മൈക്രോമീറ്റർ ഉള്ള ഭാഗത്ത് 10 മൈക്രോമീറ്റർ വേവ് ലെങ്ത് ഉള്ള തെർമൽ ഇൻഫ്രാറെഡ് പോർഷനുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നതായിട്ട് നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. അതുപോലെ തന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയറിക് വിൻഡോ, ലാർജ് വിൻഡോ എന്ന് പറയുന്ന വേവ് ലെങ്ത് ഒരു 1 മില്ലിമീറ്ററിന് ശേഷം 1 മില്ലിമീറ്ററിന് അപ്പുറത്ത് ഉള്ള വിൻഡോ എന്ന് പറയുന്നത് മൈക്രോവേവ് റീജിയനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. 1 മില്ലിമീറ്റർ ഈ ചിത്രത്തിൻ്റെ ഈ ഭാഗത്ത് ഇത് വിൻഡോ ആണ്. ഇത് ട്രാൻസ്മിഷൻ, ഏതൊക്കെ ഭാഗമാണ് ഒരു തരത്തിലുള്ള ആഗിരണവും ഇല്ലാതെ കടന്നു പോകുന്നത്, ഇതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള ബ്രേക്കുമില്ലാതെ, ഒരു തരത്തിലുള്ള വ്യത്യാസവുമില്ലാതെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന തരംഗങ്ങളുടെ ഭാഗത്തെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ അന്തരീക്ഷ ജാലകങ്ങൾ എന്ന് അർത്ഥമാക്കുന്നത്.
ഈ അന്തരീക്ഷജാലങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഏത് തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് റിമോട്ട് സെൻസിങ് കൂടുതൽ സാധ്യമാകുന്നത് എന്നുള്ളതാണ്. ആഗിരണം ചെയ്തു പോകുന്ന ഒരു തരംഗത്തെ സംബന്ധിച്ച് അതിനെ നമുക്ക് പിന്നെ ഒരു തരത്തിലുള്ള വിദൂര സംവേദനത്തിന് ലഭ്യമാവുകയില്ല. അപ്പോൾ ഏത് തരംഗങ്ങളാണ് നമുക്കൊരു തരം ആഗിരണവുമില്ലാതെ കിട്ടുന്നത്, അവയെ മാത്രമാണ് നമുക്ക് വിദൂര സംവേദനത്തിന് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അടുത്തതായി നമുക്ക് കാണാവുന്നത് എനർജി ഇൻട്രാക്ഷൻ വിത്ത് ദി എർത്ത് സർഫസ്. ഇപ്പോൾ നമ്മൾ കണ്ടത് അന്തരീക്ഷവുമായി ഈ ഊർജ്ജകണങ്ങൾ എങ്ങനെ പ്രതിപ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ എനർജി ഭൂമിയുടെ ഉപരിതലവുമായി അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ ലഭ്യമായ വസ്തുക്കളുമായി ഈ എനർജി, ഈ വിദ്യുത്കാന്തിക മണ്ഡലം ഏത് തരത്തിൽ പ്രതിപ്രവർത്തിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും 3 തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, ഭൂമിയിലേക്ക് എത്തുന്ന ഊർജ്ജകണങ്ങളാകെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടും, പ്രതിഫലിക്കപ്പെടും. വേറൊന്ന്, ഇതിൽ ചില ഭാഗം ഒരുപക്ഷെ ആഗിരണം ചെയ്യപ്പെടും. വേറൊന്ന്, ഇതിൽ ചില ഭാഗം ഒരു വ്യത്യാസവുമില്ലാത്ത രൂപത്തിൽ ഈ വസ്തുക്കളിലൂടെ കടത്തിവിടപ്പെടും. പിന്നെ ഇവിടെ ആഗിരണം ചെയ്യപ്പെടുന്ന തരംഗങ്ങൾ മറ്റു രൂപത്തിൽ പുറത്തേക്ക് ഉത്സർജനം ചെയ്യപ്പെടും, എമിറ്റ് ചെയ്യപ്പെടും. ഇത്തരം കാര്യങ്ങളാണ് എനർജി ഇൻട്രാക്ഷൻ വിത്ത് ദി എർത്ത്സ് സർഫസ്. അതായത് അബ്സോർപ്ഷൻ നടക്കും, ആഗിരണം നടക്കും, അതിലൂടെ കടത്തിവിടപ്പെടും, ട്രാൻസ്മിഷൻ നടക്കും, അതുപോലെ തന്നെ പ്രതിഫലിക്കപ്പെടും, റിഫ്ലക്ഷൻ നടക്കും. ഇതിനെ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ കഴിയും. എനർജി, ഇൻസിഡൻറ്റ് എനർജി എന്ന് പറയുന്നത് ഇതിൻ്റെ ആകെ തുകയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ഈ എനർജി, അതായത് ഇതിൻ്റെ ഓരോ ഇൻട്രാക്ഷനും, എനർജി ഇൻട്രാക്ഷൻ വിത്ത് ദി എർത്ത് സർഫസ് എന്ന് പറയുന്നത് ഈ വരുന്ന വേവിൻ്റെ അല്ലെങ്കിൽ വരുന്ന തരംഗത്തിൻ്റെ തരംഗദൈർഘ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുപോലെ തന്നെ അത് ഏത് വസ്തുവിലാണോ ഇത് തട്ടി പ്രതിഫലിക്കുകയോ അത് കടന്നു പോവുകയോ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നത്, അതിൻ്റെ കോമ്പോസിഷൻ, ആ മെറ്റീരിയലിൻ്റെ കോമ്പോസിഷനുമായി ബന്ധപ്പെട്ട് കിടക്കും. അതുപോലെ തന്നെ ഏത് വസ്തുവിലാണ് ഇത് തട്ടുന്നത്, ആ വസ്തു എത്രമാത്രം റഫാണ് അല്ലെങ്കിൽ എത്രമാത്രം സ്മൂത്താണ് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഈ എനർജി ഇൻട്രാക്ഷൻ, എർത്തിൻ്റെ സർഫസുമായുള്ള എനർജി ഇൻട്രാക്ഷൻ ബന്ധപ്പെട്ട് കിടക്കുന്നത്. അടുത്തതായി നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റിഫ്ലക്റ്റൻസ് ഓഫ് എ റേഡിയേഷൻ, അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ വരുന്ന ഇൻകമിങ് റേഡിയേഷൻ്റെ റിഫ്ലക്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് റിഫ്ലക്ഷനും റിഫ്ലക്റ്റൻസും ഒന്നല്ല. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് കാണേണ്ടത് റിഫ്ലക്ഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വരുന്ന ഊർജ്ജത്തിൻ്റെ പ്രതിഫലനം മാത്രമാണ്. എന്നാൽ റിഫ്ലക്റ്റൻസ് എന്ന വാക്ക് അർത്ഥമാക്കുന്നത് ഈ വരുന്ന എനർജിയുടെ എത്ര ശതമാനമാണ് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത്. ആ ശതമാനം മിക്കവാറും ഒരു വസ്തുവിൻ്റെ സ്വഭാവമനുസരിച്ച്, വരുന്ന റേഡിയേഷൻ്റെ സ്വഭാവമനുസരിച്ച് ഒരു നിശ്ചിത ശതമാനമായിരിക്കും. ആ ശതമാനത്തെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ റിഫ്ലക്റ്റൻസ് എന്ന് പറയുന്നത്. റിഫ്ലക്റ്റൻസിനെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ റിഫ്ലക്റ്റൻസിനെ നമ്മൾ പറയുന്നത്, റിഫ്ലക്റ്റൻസ് ഈസ് ഈക്വൽ ടു റിഫ്ലക്റ്റഡ് എനർജി ബൈ ഇൻസിഡൻറ്റ് എനർജി എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഇൻസിഡൻറ്റ് എനർജി എന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് ഇൻകമിങ് റേഡിയേഷനാണ്. വരുന്ന ഊർജ്ജകണങ്ങളെ അതിൻ്റെ എത്ര ശതമാനമാണ് അത് ബൗൺസ് ബാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നത്, അതാണ് യഥാർത്ഥത്തിൽ റിഫ്ലക്റ്റൻസ് എന്ന് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: റിഫ്ലക്റ്റൻസ് ഈസ് നോട്ട് സെയിം ആസ് റിഫ്ലക്ഷൻ, നോട്ട് ദി സെയിം ആസ് റിഫ്ലക്ഷൻ. ഇത് മാത്രമല്ല, ഈ റിഫ്ലക്റ്റൻസ് എന്ന് പറയുന്നത് ഓരോ വസ്തുവിനും വ്യത്യാസമാണ്. ഓക്കെ, ഒരു മണ്ണ്, ഒരു ബ്രൗൺ സോയിൽ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ ഒരു റെഡിഷ് സോയിൽ, ഇത് ഓരോന്നിനും ഓരോ റിഫ്ലക്റ്റൻസാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരു ഇല, ഒരു പ്രത്യേക ചെടിയുടെ ഇല, അതിൻ്റെ റിഫ്ലക്റ്റൻസ് ആയിരിക്കില്ല മറ്റൊരു മരത്തിൻ്റെ അല്ലെങ്കിൽ വേറൊരു ഇലയുടെ ഈ റിഫ്ലക്റ്റൻസിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, റിഫ്ലക്റ്റൻസ് നമുക്ക് അറിയുമ്പോൾ, റിഫ്ലക്റ്റൻസ് വാല്യൂസ് നമുക്കറിയാമെങ്കിൽ നമുക്ക് ഒരു ഉപഗ്രഹ ചിത്രത്തിൽ നിന്ന് നമുക്ക് ഓരോ തരം ചെടികളെയും വേർതിരിച്ചെടുക്കാം. ചെടികളല്ല, ഓരോ തരം ഒബ്ജക്ട്സിനെയും നമുക്ക് വേർതിരിച്ചെടുക്കാം എന്നുള്ളതാണ് ഈ റിഫ്ലക്റ്റൻസിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഉപഗ്രഹ ചിത്രത്തിൻ്റെ അനാലിസിസിൽ, അതിൻ്റെ ഒരു അപഗ്രഥനത്തിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു ഭാഗമാണ് ഈ റിഫ്ലക്റ്റൻസ് എന്ന് പറയുന്നത്. ഈ റിഫ്ലക്റ്റൻസിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് നിയന്ത്രിക്കപ്പെടുന്നത് വരുന്ന വികിരണത്തിൻ്റെ വേവ് ലെങ്ത്തുമായി, അതിൻ്റെ തരംഗദൈർഘ്യവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഈ സർഫസിൻ്റെ ഒരു ടെക്സ്ചർ, ഏത് തരം സർഫസിലാണോ, ഏത് തരം ഉപരിതലത്തിലാണോ ഈ റേഡിയേഷൻ വന്ന് പതിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ അത്തരം സർഫസിൻ്റെ ആ പ്രത്യേകതയെ നമ്മൾ പറയുന്നത് സർഫസ് ടെക്സ്ചർ എന്നാണ്. സർഫസ് ടെക്സ്ചർ എന്ന് പറയുന്നത് ഈ ഒരു സർഫസ്, ഈ വികിരണം വന്ന് തട്ടുന്ന, ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വന്ന് പതിക്കുന്ന സർഫസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഉപരിതലം എത്രമാത്രം റഫാണ്, അത് എത്രമാത്രം ഉയർന്ന നിമ്നോന്നതങ്ങളുള്ള പ്രദേശമാണ് എന്നതിനെയൊക്കെ ആശ്രയിച്ചാണ്.
ആ വരുന്ന വേവ് ലെങ്ത്തിനെ അപേക്ഷിച്ച് അതിൻ്റെ വ്യത്യാസം എത്ര കണ്ടിരിക്കുന്നു എന്നതിനെ അപേക്ഷിച്ചാണ് ഈ റിഫ്ലക്റ്റൻസിൻ്റെ സ്വഭാവം ഇരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് 2 തരത്തിലുള്ള റിഫ്ലക്ഷനെക്കുറിച്ച് നോക്കാം. അതിലാദ്യത്തേത് സ്പെക്കുലർ, രണ്ടാമത്തേത് ഡിഫ്യൂസ്. സ്പെക്കുലർ ആൻഡ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്നുള്ളതാണ് അത്. നമുക്ക് കാണാം ഈ ചിത്രത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്പെക്കുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്മൂത്ത് സർഫസിൽ, വളരെ സ്മൂത്തായിട്ടുള്ളൊരു പ്രതലത്തിൽ സംഭവിക്കുന്നതാണ് സ്പെക്കുലർ റിഫ്ലക്ഷൻ. അതായത് വരുന്ന ഒരു കണ്ണാടി ഏത് രൂപത്തിലാണോ നമ്മുടെ ലൈറ്റിനെ പ്രതിബിംബിക്കുന്നത് അതുപോലെ തന്നെയാണ് ഒരു മിറർ ലൈക്ക് റിഫ്ലക്ഷനാണ് നമ്മൾ സ്പെക്കുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ നടക്കുന്ന അപ്പോൾ നമ്മൾ എടുക്കുന്ന വാല്യൂ ആണ്, അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ പറയുന്ന ക്വാണ്ടിഫൈ ചെയ്യുന്നതാണ് സ്പെക്കുലർ റിഫ്ലക്റ്റൻസ്. ഒരു സ്മൂത്ത് സർഫസുള്ളൊരു ഒബ്ജക്റ്റ് ഒരു ഒറ്റ ഡയറക്ഷനിൽ അത് വരുന്ന ലൈറ്റ് ആ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അനുസരിച്ച് ഒരു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ കൂടി വെച്ച ഒറ്റ ഡയറക്ഷനിൽ മാത്രമാണ് അതിൻ്റെ റിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള ഡിഫ്യൂസ് റിഫ്ലക്ഷനിൽ നമുക്കറിയാം അത് സംഭവിക്കുന്നത് ഒരു റഫ് സർഫസുള്ള പ്രതലത്തിലാണ്, ഒരു റഫായി കിടക്കുന്ന ഒരു പ്രതലത്തിലാണ് അത്തരത്തിലുള്ള ഡിഫ്യൂസ് റിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. ഈ തരത്തിൽ ഡിഫ്യൂസ് അല്ലെങ്കിൽ ഇതിന് പറയുന്ന മറ്റൊരു പേര് ലാംബെർഷ്യൻ റിഫ്ലക്ഷൻ എന്നുള്ളതാണ്. ഇത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇതെല്ലാ ഡയറക്ഷനിലും ഒരു റഫ് സർഫസ് ആയിരിക്കുന്ന സമയത്ത് പല ഡയറക്ഷനിൽ ഈ രണ്ടാമത്തെ ചിത്രത്തിൽ കാണിച്ചതുപോലെ ഏത് ഡയറക്ഷനിലും പല ഡയറക്ഷനിൽ ഇതിൻ്റെ റിഫ്ലക്ഷൻ സംഭവിക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്പെക്കുലർ റിഫ്ലക്റ്റൻസിനെ അപേക്ഷിച്ച് ഡിഫ്യൂസ് റിഫ്ലക്ഷനാണ് നമുക്ക് കൂടുതൽ ഒരു വസ്തുവിനെക്കുറിച്ച്, ആ വസ്തുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ വിവരം നമുക്ക് തരുന്നത്. അടുത്തതായി നമുക്ക് കാണേണ്ടുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഇതുമായി വളരെ നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണെങ്കിൽ പോലും ഒരു ടേമാണത്, അതായത് സ്പെക്ട്രൽ റേഡിയൻസ്. സ്പെക്ട്രൽ റേഡിയൻസ് എന്ന് പറയുന്നത് ഒരു സെൻസർ ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത ഏരിയയിൽ ആ സെൻസറിൽ പതിക്കുന്ന ഒരു ഊർജ്ജത്തിൻ്റെ അളവാണ് യഥാർത്ഥത്തിൽ സ്പെക്ട്രൽ റേഡിയൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റെറേഡിയൻ ആണ്. അത് മാത്രമല്ല അത് ഓരോ വേവ് ലെങ്ത്തിനും ഓരോ തരംഗ ദൈർഘ്യത്തിനും, അതായത് ഓരോ തരംഗത്തിനും ഇത് വ്യത്യാസപ്പെട്ടിരിക്കും, സ്പെക്ട്രൽ റേഡിയൻസ് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ സെൻസർ ഓരോ ഫ്രാക്ഷൻ ഓഫ് എ റിഫ്ലക്റ്റൻസ് ഫോർ എ ഗിവൺ ഏരിയ എന്നുള്ളതാണ്, പെർ ടൈം ഫോർ എവറി വേവ് ലെങ്ത് ആസ് വെൽ ആസ് ദി എമിറ്റഡ് വൺ, അതാണ് റിഫ്ലക്റ്റഡ് റേഡിയൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ റിഫ്ലക്റ്റഡ് റേഡിയൻസ് എന്ന് പറയുന്നത് ഒരുപാട് എമിറ്റഡ് റേഡിയൻസിനേക്കാൾ ഒരുപാടധികം മടങ്ങ് നമുക്ക് ഇത് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്കറിയാം നമ്മുടെ ഓരോ പദാർത്ഥത്തെയും നമ്മൾ റിമോട്ട് സെൻസിങ്ങിൽ വേർതിരിച്ചെടുക്കുന്നത് ഇവയുടെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് മനസ്സിലാക്കിക്കൊണ്ടാണ്. എങ്ങനെയാണ് ഒരു പദാർത്ഥം വന്നു പതിക്കുന്ന എനർജിയെ പ്രതിബിംബിക്കുന്നത്, റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഓരോ പദാർത്ഥത്തിനും ഓരോ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതിയാണ് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് എന്ന് പറയുന്നത്. റിമോട്ട് സെൻസിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സ്പെക്ട്രൽ മെഷർമെൻറ്റ്സ് ഓവർ സ്പേസ്. അതായത് എങ്ങനെയാണ് ഒരു പ്രധാന, ഇപ്പോൾ ഉദാഹരണത്തിന് മണ്ണ് എങ്ങനെയാണ് ഒരു സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് നടത്തുന്നത്, മണ്ണിൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്താണ്, അതിൽ തന്നെ പല കോമ്പോസിഷനുള്ള, ഇപ്പോൾ റെഡിഷ് സോയിൽ ഉണ്ടാവാം, ബ്ലാക്ക് സോയിൽ ഉണ്ടാവാം. ഇത് ഓരോന്നും എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഇത് ഓരോ സർഫസിനും ഇത് പ്രത്യേകമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ്, ഒരു സർഫസ് ഫീച്ചറിൻ്റെ ഒരു കളർ നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റുന്നത് അത് എന്തുമാത്രം എത്രമാത്രം വേവ് ലെങ്ത്തിനെ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നു, വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയെ അത് ഏത് തരത്തിലാണത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അതാണ് ആ പദാർത്ഥത്തിൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെച്ചാൽ ഓരോ വേവ് ലെങ്ത്തിനോടും ഈ ഒരു പദാർത്ഥത്തിൻ്റെ പ്രതിപ്രവർത്തനം അതിനെ നമുക്കൊരു ഗ്രാഫായി കാണിക്കുകയാണെങ്കിൽ നമുക്കതിനെ ആ പദാർത്ഥത്തിൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് എന്ന് പറയാൻ കഴിയും. അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് അല്ലെങ്കിൽ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഓരോ പദാർത്ഥത്തിൻ്റെയും ഒരു പ്രത്യേക പ്രോപ്പർട്ടിയാണ്. അതായത് ആ പദാർത്ഥത്തിൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്ന് പറയുന്നത് ആ പദാർത്ഥത്തിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഉദാഹരണത്തിന് ഒരു പദാർത്ഥം, ഒരു ഇല പച്ച നിറത്തിൽ കാണപ്പെടുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം അതിൽ വന്നു പതിക്കുന്ന പ്രകാശത്തിൻ്റെ ഏതാണ്ട് 3% മാത്രമാണ് നീല നിറത്തെ ആ ഇല പ്രതിഫലിപ്പിക്കുന്നത്. അതേസമയം 10% ഗ്രീൻ ലൈറ്റിനെ, അതിൽ വന്നു പതിക്കുന്ന പ്രകാശത്തിൻ്റെ 10% ഗ്രീൻ പ്രകാശത്തെ അല്ലെങ്കിൽ ഗ്രീൻ ഭാഗത്തെ അല്ലെങ്കിൽ ഹരിത ഭാഗത്തെ ഇത് പ്രതിഫലിപ്പിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ചുവപ്പ് ഭാഗത്തിനെയും 3% മാത്രമേ ഇത് പ്രതിഫലിപ്പിക്കുകയുള്ളൂ. അതിനർത്ഥം അതിൽ എത്ര ശക്തിയുള്ള പ്രകാശം വന്നാലും ഇതിൻ്റെ ശതമാനം, ഇത് പ്രതിഫലിപ്പിക്കുന്ന നിറത്തിൻ്റെ ശതമാനം സ്ഥിരമായിരിക്കും എന്നുള്ളതാണ്. ഇതാണ് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവിൻ്റെ
അടിസ്ഥാനപരമായ തത്വം. ഇതിനനുസരിച്ച് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോ പദാർത്ഥത്തിൻ്റെയും സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിനെയും വേർതിരിച്ചറിയാൻ പ്രയാസമില്ല. ഇതാണ് റിമോട്ട് സെൻസിങ്ങിൽ ഉപയോഗിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. പദാർത്ഥങ്ങളെ വേർതിരിച്ചറിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവുകളാണ്. ഇത് ഓരോന്നും എത്രമാത്രം ഇതിൽ വരുന്ന പ്രകാശത്തിൻ്റെ തീവ്രത കൂടിയാലും കുറഞ്ഞാലും ഇതിൽ വരുന്ന സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്ന് പറയുന്നത് നിയതമായിട്ട് ഇരിക്കും. ഓക്കെ, അപ്പോൾ ഈ സ്പെക്ട്രൽ സിഗ്നേച്ചർ അല്ലെങ്കിൽ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് എന്ന് പറയുന്നത് ഓരോ പദാർത്ഥത്തിനും വ്യത്യാസപ്പെട്ടിരിക്കും. ഉദാഹരണത്തിന് ഗ്രീൻ വെജിറ്റേഷൻ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ്, ഗ്രീൻ വെജിറ്റേഷൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് ഏതാണ്ട് ഇതുപോലെ ആണ് ഉണ്ടാവുക. ഇവിടെ നമ്മൾ എക്സ് ആക്സിസിൽ വേവ് ലെങ്ത്തും വൈ ആക്സിസിൽ റിഫ്ലക്റ്റൻസും കൊടുക്കുകയാണെങ്കിൽ ഗ്രീൻ വെജിറ്റേഷൻ അല്ലെങ്കിൽ ഗ്രീൻ ഗ്രാസ് ഇതിനെ എത്രമാത്രം റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് അല്ലെങ്കിൽ സ്പെക്ട്രൽ സിഗ്നേച്ചർ ഓഫ് ഗ്രീൻ വെജിറ്റേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇതിൽ ഉയർന്ന പ്രദേശങ്ങൾ, ഈ ഗ്രാഫിലെ ഉയർന്ന പ്രദേശങ്ങളൊക്കെ തന്നെ റിഫ്ലക്റ്റൻസ് കൂടിയ പ്രദേശങ്ങളാണ്. ഇവിടുത്തെ ഈ ഡിപ്പ് പോലെ കാണുന്ന ലോ ഏരിയാസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവിടെ ലോവർ റിഫ്ലക്റ്റൻസ്. ഇവിടെ ഇതിൽ ഗ്രീൻ ഗ്രാസിൻ്റെ കേസിൽ ഇവിടെ ഒരു ലോ റിഫ്ലക്റ്റൻസ് കാണാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ക്ലോറോഫിൽ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ബ്ലൂ വേവ് ലെങ്ത്തിനെ അതായത് 0.45 മൈക്രോമീറ്ററിൽ ഇത് ആഗിരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റെഡിനെ 0.67 മൈക്രോമീറ്ററിന് ഇത് ആഗിരണം ചെയ്യും. അപ്പോൾ ധവളപ്രകാശത്തിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ കർവ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഗ്രീൻ മാത്രം ഉയർന്നു നിൽക്കുകയും ബ്ലൂവും റെഡും താഴ്ന്നിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഹൈ റിഫ്ലക്റ്റൻസ് ഇൻ നിയർ ഇൻഫ്രാറെഡ്. ഓക്കെ, ആ പ്ലാൻ സ്ട്രക്ചറിൻ്റെ ഇതനുസരിച്ച് ക്ലോറോഫിൽ ഉള്ളത് കൊണ്ട് തന്നെ നിയർ ഇൻഫ്രാറെഡ് ഭാഗത്തെ ഈ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഗ്രീൻ ഗ്രാസ് കൂടുതലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ഇതുകൊണ്ടാണ് വെജിറ്റേഷൻ കൂടുതലുള്ള പ്രദേശങ്ങളിൽ നമ്മളിനി കാണാൻ പോകുന്ന ഫാൾസ് കളർ കോമ്പോസിറ്റൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണും. ഏറ്റവും കൂടുതൽ വെജിറ്റേഷനുള്ള ഭാഗത്തെ നമ്മൾ ഫാൾസ് കളർ കോമ്പോസിറ്റിൽ കൂടുതൽ റെഡിഷ് ആയിട്ട് കാണുന്നതിൻ്റെ കാരണം ഇതാണ്. ഇനി വീണ്ടും ഒരു ഡിപ്പ് ഇവിടെ കാണാം, ലോവർ റിഫ്ലക്റ്റൻസ് ഇൻ മിഡ് ഇൻഫ്രാറെഡ് റീജിയനിൽ ഇത് വീണ്ടും ലോവർ ഇതാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇതിൽ ഈ ഗ്രാസ് അല്ലെങ്കിൽ ഇത്തരം പ്ലാന്റുകളിൽ ലഭ്യമായിട്ടുള്ള ജലം ഇതിനെ ആഗിരണം ചെയ്യുകയാണ്. അത് 1.4 മൈക്രോമീറ്ററിലും അതുപോലെ തന്നെ 1.9 മൈക്രോമീറ്ററിലും. അപ്പോൾ ഇത്തരത്തിൽ അതായത് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ്, ഒരു ഗ്രീൻ ഗ്രാസിൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് എന്ന് പറയുന്നത് ഏതാണ്ട് ഈ രൂപത്തിലാണ്. അപ്പോൾ നമുക്ക് ഗ്രീൻ ഗ്രാസിനെ കുറിച്ച് അല്ലെങ്കിൽ പച്ച പുല്ലുകളെക്കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ട മേഖല എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു പോർഷനാണ്. ഇൻഫ്രാറെഡ് റീജിയനിൽ കൂടുതലായിട്ട് റിഫ്ലക്റ്റൻസ് കിട്ടുന്ന മേഖലയാണ്. ഇതാണ് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് ഗ്രീൻ ഗ്രാസുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്നത്. അടുത്തതായി നമുക്ക് സോയിലിൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. സോയിലിൻ്റെ റിഫ്ലക്റ്റൻസ് യഥാർത്ഥത്തിൽ വിസിബിൾ പോർഷനിലെ വേവ് ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് സോയിൽ റിഫ്ലക്റ്റൻസ് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ തന്നെ റിഫ്ലക്റ്റൻസ് ഇൻ വിസിബിൾ സ്പെക്ട്രം ഇൻക്രീസസ് വിത്ത് വേവ് ലെങ്ത്ത്. ഓക്കെ, ഇവിടെ നമുക്കറിയാം ബ്ലൂ 0.4 മൈക്രോമീറ്ററാണ്, റെഡ് 0.7 മൈക്രോമീറ്ററാണ്. 0.4 to 0.7 മൈക്രോമീറ്ററിലാണ് ഇവിടെ വിസിബിൾ ആയിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാം ബ്രൗൺ സോയിൽ ഒരു ഉദാഹരണത്തിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേവ് ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ റിഫ്ലക്റ്റൻസ് കൂടുന്നതായിട്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു വാട്ടർ അബ്സോർപ്ഷൻ അറ്റ് 14 മൈക്രോമീറ്ററിൽ അതുപോലെ 18 മൈക്രോമീറ്ററിലും എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇവിടെ നമുക്ക് ഒരു ഡിപ്പ് കാണാം. അതായത് ഇവിടെ വാട്ടർ അബ്സോർപ്ഷൻ കൊണ്ട് ഇവിടെ നമുക്ക് റിഫ്ലക്റ്റൻസ് കുറഞ്ഞതായി കാണാം. ഈ ഗ്രാഫ് ഇതാണ് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് അല്ലെങ്കിൽ സ്പെക്ട്രൽ സിഗ്നേച്ചർ ഓഫ് ബ്രൗൺ സോയിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് എടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഡിപ്പുകൾ എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ തന്നെ അവിടെ ലഭ്യമായ ജലം ഈ തരംഗങ്ങളെ അബ്സോർബ് ചെയ്യുകയും അത് അവിടെ ഒരു ഡിപ്പ് പോലെ ആ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കാണുകയും ചെയ്യും. അതുപോലെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതായത് വേവ് ലെങ്ത്ത് മാറുന്നതിനനുസരിച്ച് ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജലമാണ് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഈ മണ്ണിൽ ലഭ്യമായിട്ടുള്ള ക്ലേ പാർട്ടിക്കിൾസാണ് 14 മൈക്രോമീറ്ററിലും അതുപോലെ തന്നെ 22 മൈക്രോമീറ്ററിലും ഈ ഡിപ്പിന് കാരണമാകുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് സോയിൽ. നേരത്തെ നമ്മൾ ഗ്രീൻ ഗ്രാസിൻ്റെ കേസിൽ കണ്ടു, ബ്രൗൺ സോയിലിൻ്റെ കേസിൽ കണ്ടു. ഇനി നമുക്ക് ജലത്തിന് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നോക്കാൻ പറ്റും. സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ജലത്തിൻ്റെ കാര്യത്തിൽ മിക്കവാറും എല്ലാ പോർഷനും ജലം എടുത്ത് അല്ലെങ്കിൽ ജലത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് എല്ലാ പോർഷനിലും ഇതെന്താണെന്ന് വെച്ചാൽ വളരെ ലോ ആണ്. മാത്രമല്ല റിഫ്ലക്റ്റൻസ് കൂടുന്നത് വിസിബിൾ പോർഷൻ്റെ കേസിൽ അല്ലെങ്കിൽ ജലത്തിൻ്റെ കാര്യത്തിൽ റിഫ്ലക്റ്റൻസ് കൂടണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ വെള്ളത്തിൽ
എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ്, എന്തെങ്കിലും തരത്തിലുള്ള കൊളോയിഡ്സോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ മെറ്റീരിയൽസ് സസ്പെൻഡ് ചെയ്ത രൂപത്തിൽ ആ വെള്ളത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് റിഫ്ലക്റ്റൻസ് കൂടുന്നത്. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സ്പെക്ട്രൽ റീജിയനും ഇതിൽ റിഫ്ലക്റ്റൻസ് കുറഞ്ഞ് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് ഉദാഹരണത്തിന് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ആണ്, ജലത്തിൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാം, ഇത് ഓൾമോസ്റ്റ് എല്ലാ ഘട്ടത്തിലും നമുക്കൊരു റിഫ്ലക്റ്റൻസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് വേവ് ലെങ്ത് ആണ്, പക്ഷേ ഇത് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ്, വളരെ ചെറിയ വേരിയേഷൻസ് മാത്രമാണ് ഇതിൽ കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലോ റിഫ്ലക്റ്റൻസ് ഉള്ള ഒരു ഇമേജറി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വെള്ളം ഏതാണ്ട് ഫൈൻ വാട്ടറാണ്. അതിൽ ഒരു തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസോ അല്ലെങ്കിൽ കൊളോയിഡ്സോ അത്തരത്തിലുള്ള സെഡിമെൻറ്റ്സോ ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല സെഡിമെൻറ്റ്സോ അത്തരത്തിലുള്ള മിക്സ്ചറോ ആയിട്ടുള്ള വെള്ളം വരുന്ന സമയത്ത് അത് റിഫ്ലക്റ്റൻസ് കൂട്ടും. അപ്പോൾ ആ റിഫ്ലക്റ്റൻസ് കൂടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ സെഡിമെൻറ്റ്സ് അല്ലെങ്കിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസൊക്കെ കൂടുതലായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അതാണ് ഈ ഒരു ഫ്ലാറ്റ് ലൈൻ പോലെ ഈ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് ഓഫ് വാട്ടർ നമുക്കിങ്ങനെ അവൈലബിൾ ആവുന്നതിൻ്റെ കാരണം. ഓക്കെ, ഇനി നമുക്ക് കാണാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചില ക്രിറ്റിക്കലായിട്ടുള്ള ചില സ്പെക്ട്രൽ റീജിയൻസ് ഉണ്ട്. ഈ റീജിയൻസിനെ വെച്ചാണ് നമ്മൾ ഈ പല വിധത്തിലുള്ള പദാർത്ഥങ്ങളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവിൻ്റെ ഉപയോഗം, സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് നമ്മൾ സോയിലിന് കണ്ടു, ഗ്രീൻ ഗ്രാസിന് കണ്ടു, ജലത്തിന് കണ്ടു. ഇതൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഏത് തരം പ്രദേശങ്ങളെക്കുറിച്ചാണോ അല്ലെങ്കിൽ ഏത് തരം കാര്യങ്ങളെക്കുറിച്ചാണോ നമ്മൾ വിദൂര സംവേദനം നടത്തുന്നത്, അപ്പോൾ അത്തരത്തിലുള്ള ആ ക്രിറ്റിക്കലായിട്ടുള്ള സ്പെക്ട്രൽ റീജിയൻസിന് വേണം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന് വെജിറ്റേഷൻ ആയാലും സോയിലായാലും വെള്ളമായാലും ഏതാണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടു അത് സിമിലർ റിഫ്ലക്റ്റൻസ് ആണ് വിസിബിൾ ബ്ലൂ റീജിയനിൽ. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ വിസിബിൾ ബ്ലൂ റീജിയൻ സോയിലായാലും വാട്ടറായാലും ഗ്രീൻ ഗ്രാസ് ആയാലും ഓൾമോസ്റ്റ് ഒരേ സ്വഭാവമാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ബ്ലൂ റീജിയൻ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ വിസിബിൾ ബ്ലൂ റീജിയനിലുള്ള വേവ് ലെങ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളെയും വേർതിരിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ വ്യത്യാസം തരുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ അതിലൊന്നുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വിസിബിൾ റെഡ് ആ വേവ് ലെങ്ത് എന്ത് ചെയ്യുന്നു, സോയിൽ ആൻഡ് വെജിറ്റേഷനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇൻഫ്രാറെഡിൻ്റെ കേസിൽ ഈ മൂന്ന് കാര്യങ്ങളും വ്യത്യാസമാണ്. ഓക്കെ, നിയർ ഇൻഫ്രാറെഡ് വെള്ളത്തിനോട് പെരുമാറുന്ന പോലെയല്ല മണ്ണിനോട്, അതുപോലെയല്ല ഗ്രീൻ ഗ്രാസിനോട് പെരുമാറുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഷോർട്ട് വേവ് ഇൻഫ്രാറെഡ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, വെള്ളത്തിൻ്റെ കേസിൽ അത് വളരെ ഡിസ്റ്റിങ്ക്റ്റ്ലി ലോ ആണ്, വളരെ ലോ ആണ്. വെജിറ്റേഷൻ്റെ കേസിൽ അതൊരു ഇൻ്റർമീഡിയറ്റ് ആണ് റിഫ്ലക്ഷൻ, അത് നേരെ മറിച്ച് സോയിലിൻ്റെ കേസിൽ അത് വളരെ ഹൈ ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള ക്രിറ്റിക്കലായിട്ടുള്ള റിഫ്ലക്റ്റൻസ് ക്രിറ്റിക്കലായിട്ടുള്ള ഏരിയാസ് കണ്ടുപിടിച്ചിട്ട് ആ പ്രദേശത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് വേണം നമ്മൾ വിദൂര സംവേദനം നടപ്പിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലായൊരു കാര്യം, നമ്മൾ ഏത് തരം പദാർത്ഥത്തെക്കുറിച്ചാണോ ഏത് തരം പ്രദേശത്തെക്കുറിച്ചാണോ പഠിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ട ചില ക്രിറ്റിക്കലായിട്ടുള്ള സ്പെക്ട്രൽ റീജിയൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഗ്രീൻ ഗ്രാസ്, അതുപോലെ തന്നെ സോയിൽ, അതുപോലെ വാട്ടർ, ഇതിൻ്റെയൊക്കെ കേസിൽ ഇത് വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി ഇത് മൂന്നും കൂടി നമ്മളൊരു ഗ്രാഫിൽ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതിൽ ഈ വെള്ള നിറത്തിൽ കാണിച്ചിട്ടുള്ളത് സ്നോ ആണ്. അപ്പോൾ സ്നോയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ക്രിറ്റിക്കൽ റീജിയനിൽ മാക്സിമം റിഫ്ലക്റ്റൻസ് സ്നോയ്ക്ക് കിട്ടുന്ന റീജിയൻസിന് വേണം നമ്മൾ പ്രാധാന്യം കൊടുക്കാൻ. അതുപോലെ തന്നെ ബ്രൗൺ സോയിൽ, ഇതിൽ ബ്രൗൺ തരത്തിൽ ഇത് വെച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് വിസിബിൾ ലൈറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു മേഖല വേണം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. നേരെ മറിച്ച് ജലത്തെ സംബന്ധിച്ചാണെങ്കിൽ പ്രത്യേകിച്ച് എല്ലായിടത്തും ഇത് ഒരേ റിഫ്ലക്റ്റൻസ് ആണ് തരുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പൊല്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെഡിമെൻറ്റ്സ് ഒക്കെ തന്നെ അവസാദങ്ങളൊക്കെ കൂടുതലായിട്ടുള്ള പ്രദേശമാണെങ്കിൽ അവിടെ കൂടുതൽ റിഫ്ലക്റ്റൻസ് തരും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഗ്രീൻ ഗ്രാസ് നമ്മൾ നേരത്തെ കണ്ട അതേ കർവ് തന്നെയാണ്. അപ്പോൾ ഗ്രീൻ ഗ്രാസിനെ കുറിച്ച് അല്ലെങ്കിൽ വെജിറ്റേഷനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ നിയർ ഇൻഫ്രാറെഡ് റീജിയനാണ് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ്, അതുപോലെ തന്നെ ക്രിറ്റിക്കൽ സ്പെക്ട്രൽ റീജിയൻസ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് എങ്ങനെയാണ് പ്രകാശം അല്ലെങ്കിൽ വിദ്യുത് കാന്തിക തരംഗങ്ങൾ അന്തരീക്ഷവുമായി പ്രതിപ്രവർത്തിക്കുന്നത്, അതിൽ വിസരണം നടക്കുന്നത് എങ്ങനെയാണ്, ഈ വിസരണത്തിൽ അന്തരീക്ഷത്തിൽ ലഭ്യമായിട്ടുള്ള വാതകങ്ങൾ, അതുപോലെ തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, മറ്റു കണികകൾ, ഇവയ്ക്കുള്ള പങ്കെന്താണ്, ഏതൊക്കെ തരത്തിലുള്ള വിസരണമുണ്ട്. അത് പിന്നൊരു മേഖല എന്ന് പറയുന്നത് ആഗിരണമാണ്, അബ്സോർപ്ഷൻ ഏതൊക്കെ തരത്തിൽ നടക്കുന്നു. പിന്നെ നമ്മൾ കണ്ടു സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്താണ്, അത് ഓരോ പദാർത്ഥത്തിനും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ഏത് തരം റിഫ്ലക്റ്റൻസിനാണ് നമ്മൾ ഏത് തരം സ്പെക്ട്രൽ റീജിയനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് വിവിധ പദാർത്ഥങ്ങളെ സാറ്റലൈറ്റ് ഉപഗ്രഹ വിദൂര സംവേദനം വഴി തിരിച്ചറിയാൻ കഴിയുക എന്നീ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ
ചർച്ച ചെയ്തത്. ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. നന്ദി.